ഞാനിവിടെ പണം കായ്ക്കുന്ന മരം ഒന്നും നട്ടുവെച്ചിട്ടില്ല. കേരളത്തിൽ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല. പണം ഉണ്ടാക്കുന്നവരെല്ലാം ക്രൂരന്മാരാണ്. തെറ്റ് ചെയ്യാതെ പണമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഇത്തരം ചിന്തകളൊക്കെ നമ്മളുടെ ഉള്ളിൽ ചിലപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ടാകാം. ചില സമയത്ത് നമ്മൾ ഇതൊക്കെ ശരിയാണെന്നും വിശ്വസിക്കുന്നുണ്ടാവാം. ഇത്തരം വിശ്വാസങ്ങളെ നമ്മൾ പറയുന്നത് ലിമിറ്റിംഗ് ബിലീഫ് എന്നാണ്. പണമുണ്ടാക്കുന്നതിലും സമ്പത്തുണ്ടാക്കുന്നതിലും പ്രധാനപ്പെട്ട പരിമിതി ആൾക്കാർക്ക് കഴിവിനൊത്ത് വളരാൻ പറ്റാത്തതല്ല, മറിച്ച് ഇത്തരം വിശ്വാസങ്ങളിൽ ചങ്ങല പോലെ വർത്തിച്ച് ഇതിൻ്റെ ഉള്ളിൽ കടന്ന് കറങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട് അത് കഴിയില്ല എന്നും നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല എന്നും സമ്പന്നനാകുന്നത് പാപമാണെന്നും ഒക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ തെറ്റായ ധാരണകളാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പണം കായ്ക്കുന്ന മരം ഉണ്ട്. പണം കായ്ക്കുന്ന മരം എന്താണ്? അതിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുക. അസറ്റ്സ് ദാറ്റ് ജനറേറ്റ് ക്യാഷ് ഫ്ലോ ഈസ് കോൾഡ് അസറ്റ്. അസറ്റിന്റെ വാല്യൂ ഉണ്ടാകുന്നത് അതിന് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്, ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചില അസറ്റുകളൊന്നും ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാറില്ലല്ലോ എന്ന് ചോദിക്കും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കെട്ടിടം പണിത് ഞാൻ വെച്ചിട്ടുണ്ട്, അത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്നതിലൂടെ എനിക്ക് മാസം 1 ലക്ഷം രൂപ റെന്റൽ ഇൻകം വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ മണി മേക്കിംഗ് മെഷീൻ, ഇല്ല? ലൈക്ക് ദാറ്റ് നമുക്ക് ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല. നോക്കണം, കേരളത്തിൽ നിന്ന് ലോകത്തിലുള്ള ബില്യനേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ കേരളത്തിലുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് കേരളത്തിൽ ബിസിനസ് ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഗ്ലോബലിലുള്ള ബില്യനേഴ്സായ ആൾക്കാരിൽ ഒരാളായി മാറി. അപ്പോൾ കേരളത്തിൽ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതും തെറ്റായ ഒരു വസ്തുതയാണ്. എന്നെ കൊണ്ട് സമ്പന്നനാകാൻ കഴിയില്ല, എനിക്കൊരു 100 കോടിയുടെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമോ, 1000 കോടിയുടെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിയല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് ഒട്ടും കഴിയല. ഇനി നേരെ മറിച്ച് ഇതൊക്കെ സാധ്യമാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന മനുഷ്യന് ഇതോ അതിലധികമോ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് സംശയം ഉണ്ടല്ലേ? എന്നാൽ ഇനി യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യാം. അപ്പോൾ താങ്ക് യു.